കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം മധുരത്തിന്റെ ഉത്സവമാണ്. അടുക്കളയിൽ മധുരമൂറുന്ന കൊഴുക്കട്ടകൾ പാകമാകുന്ന ദിവസം കൊഴുക്കട്ട ശനി. പല സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഈ ദിവസം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യേക ദിവസമാണ് ഇന്ന്. കൊഴുക്കട്ട ശനിക്ക് നസ്രാണി കുടുംബങ്ങളിൽ മധുരത്തിന്റെ ആവികൾ ഉയരും. എങ്ങും തേങ്ങ വിളയിക്കുന്നതിന്റെ ഗന്ധവും. കൊഴുക്കട്ട ശനി ഒരു പരമ്പരാഗത ആചാരമാണ്. 2000 വർഷത്തോളമായി ക്രിസ്തുമതം കേരളത്തിൽ ജന്മമെടുത്തിട്ട്. തോമസ് ലിഹ കേരളക്കരയിൽ എത്തിയതിനു ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നതും മാമോദിസായിലൂടെ ക്രിസ്ത്യാനികളായതും. നസ്രാണി കുടുംബങ്ങളിൽ പണ്ട് മുതലേ ആരംഭിച്ച പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ഓശാന ഞായറിന്റെ തലേദിവസമായ ശനിയാഴ്ച കൊഴുക്കട്ട ശനിയായി ആഘോഷിക്കുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കി ആഘോഷിക്കുന്നതിന് പിന്നിൽ പല കഥകളാണ്. യേശു ലാസറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ മറിയം യേശുവിന്റെ അരികിൽ ഇരുന്ന് യേശു പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു. എന്നാൽ മാർത്തയാകട്ടെ യേശുവിനെ സൽക്കരിക്കുവാൻ എന്തുണ്ടാക്കണം എന്നാലോചിച്ച് ആകുലതയോടെ നടന്നു. അങ്ങനെ തിടുക്കത്തിൽ വീട്ടിലുണ്ടായിരുന്ന അരിപ്പൊടി കുഴച്ച് ചെറിയ ഉരുളകൾ ഉണ്ടാക്കി. തേങ്ങയും ശർക്കരയും വിളയിച്ച് മധുര ചേരുവയും കൂട്ടിച്ചേർത്ത് ഉരുളകൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കൊഴുക്കട്ടയുണ്ടായി. ഇതുമാത്രമല്ല, മറ്റൊരു കഥയും കൊഴുക്കട്ട ശനിക്ക് പിന്നിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഇതുപോലത്തെ ഉരുളകൾ ഉണ്ടാക്കി പങ്കിട്ടിരുന്നു അത്രേ. ജീവിതം പുനർസ്ഥാപിക്കപ്പെട്ടതിന്റെയും പ്രത്യാശ പുനർജീവിച്ചതിന്റെയും അടയാളമായി സന്തോഷത്തിൽ ഒരു ചെറിയ മധുരപലഹാരം എല്ലായിടത്തും അന്ന് പരന്നു. കൊഴുക്കട്ടയുടെ കഥകൾ ഇനിയും തീർന്നില്ലാട്ടോ. കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് വേറെയും കഥ കൂടിയുണ്ട്. യേശുവിനെ എറിയുവാനെടുത്ത കല്ലുകളുടെ ഓർമ്മപ്പെടുത്തലും കൂടിയായി കൊഴുക്കട്ടയെ ചിത്രീകരിക്കാറുണ്ട്. കൊഴുക്കട്ടയുടെ ഉള്ളിലെ മധുരം വേദനയെ സഹിക്കാനുള്ള കൃപയെ സൂചിപ്പിക്കുന്നു. കൊഴുക്കട്ട ശനി വലിയ തിരുനാളൊന്നുമല്ല. എങ്കിലും നോമ്പുകാലത്തെ മധുരം പങ്കിടാനും സന്തോഷങ്ങൾ ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു ദിവസമായി ആഘോഷിക്കുന്നു. തൃശൂർ, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിൽ ഈ പാരമ്പര്യം ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു. ഈ മധുരം നിറഞ്ഞ ശനിനാളിൽ ഓരോ കൊഴുക്കട്ടയും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്, ഓരോ വിശ്വാസപൂരിത സന്ദേശമാണ്. ഇന്നും ഈ പാരമ്പര്യത്തെ ആചരിക്കുന്ന നസ്രാണി വീടുകൾ കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരത്തിന്റെ സമൃദ്ധിയും ആത്മീയതയും ചൂണ്ടിക്കാട്ടുന്നു.